ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ടവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇതിന് മുമ്പും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടവർ മേക്കിങ്ങിൻ്റെ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇങ്ങനെ തെർമോക്കോൾ റൗണ്ടിൽ നമുക്ക് എത്രത്തോളം റൗണ്ടിന് വലിപ്പമാണോ അത്രത്തോളം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ റൗണ്ടിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ചോക്ലേറ്റാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ചോക്ലേറ്റിന് സെറ്റാക്കിയിട്ടായിരിക്കണം ഹൈറ്റ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ 4 തെർമോക്കോൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിനും അത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തെർമോക്കോൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ സ്റ്റിക്കിൽ കൊണ്ട് നമുക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്കിനി ഈ ടവറൊക്കെ കൊറിയർ ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. അപ്പോൾ സ്റ്റിക്കിനോട് കുത്തിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസായിട്ട് എടുത്തിട്ടുള്ളത് 1 kg കേക്ക് ബോർഡിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 kg എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറിലും കണ്ടല്ലോ ഇത്ര തെർമോക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചോക്ലേറ്റിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ബാക്കിയൊക്കെ ഒന്നും പറയാനില്ല, വീഡിയോ കണ്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് തന്നെ നമുക്ക് ഒരുപാട് ശരിക്കും ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലെ ഡബിൾ സൈഡ് ടാപ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് തന്നെ മതിയാവും. നമുക്ക് നമ്മുടെ വർക്കും പെട്ടെന്ന് തീരും. അതുപോലെ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഗ്ലൂ ഗണ്ണിന് കുറച്ചൊരു പണിയുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ചൊരു പണിയുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ചെയ്യുക. പിന്നെ മാഷാ അല്ലാ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ മന്തിൽ ഡിസംബറിൽ നമുക്ക് ഡിസംബർ 22-ന് ഫസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട്. ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് മിനിമം ഡോളർ എത്രയാണെന്ന് അറിയാമല്ലോ, ആ ഒരു ഇൻകമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ഇൻകം എന്തായാലും നിങ്ങളും കൂടി സഹകരിച്ചത് കൊണ്ടാണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഗിവ് അവേ വെക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 1K സബ്സ്ക്രൈബർ ആയിട്ടാകുമ്പോൾ ഒരു ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ആ ടൈമിലൊന്നും ചാനൽ ആർക്കും അങ്ങനെ അധികം അറിയില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇൻഷാല്ലാ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയലായിരുന്നു നല്ലത്. കുറച്ച് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ചാനലാണ്. പിന്നെ ഫുഡിൻ്റെയും ചെയ്തുകൊണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഫസ്റ്റ് പ്രൈസ് ക്രാഫ്റ്റ് മെറ്റീരിയൽ തന്നെ ആയിരിക്കണം കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ ഉണ്ടോ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ക്രാഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തായാലും ഗിവ് ആയിട്ട് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതൊക്കെ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം വാങ്ങും ആ സാധനം വാങ്ങുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ഞാൻ അതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ മെറ്റീരിയൽ പറഞ്ഞു കഴിഞ്ഞാലും അത് വാങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയലാണ് ഞാൻ അതിൽ വാങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് റവന്യൂ എന്ന് മാത്രമല്ല, ഇൻഷാല്ലാ നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബർ ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9,000 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ നമുക്ക് 10K ആവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഗിവ് അവേൻ്റെ റിസൾട്ടൊക്കെ ഒരു 2 വീക്കിൽ അല്ലെങ്കിൽ 10K ഏതാണോ ഫസ്റ്റ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഇതിൽ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഈ ചോക്ലേറ്റൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലേ മനസ്സിലായിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് കിട്ടൽ. പക്ഷെ എന്നാലും കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ. എന്തുകൊണ്ടൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഫ്ലവർ ഷോപ്പിൽ നിന്നല്ലേ നമുക്ക് ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ, റോസും അതുപോലെ ജിപ്സവും വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ വരുന്ന ഡൗട്ടാണ്, ഇത് നമുക്ക് മുന്നേ ചെയ്ത് വെക്കാവോ, ഒറിജിനൽ ഫ്ലവേഴ്സ് എത്ര നിൽക്കും എന്നൊക്കെ. അപ്പോൾ ഒറിജിനൽ ഫ്ലവേഴ്സൊക്കെ എന്തായാലും ഒരു 2 ഡേയ്സൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ കുഴപ്പമില്ലാതെ നിൽക്കും. പിന്നെ നമ്മുടെ ജിപ്സ് ആണെങ്കിൽ കുറേ നിൽക്കും കേട്ടോ. അത് ജസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. പിന്നെ ജിപ്സോ കുറേ ആൾ എങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് റൂമിൽ എവിടെയെങ്കിലും വെക്കാതെ ഡ്രൈ ആയിക്കോളും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് ഇൻഷാല്ല ഒന്ന് 10K ഒന്നായിട്ട് വേണം നമ്മുടെ ഗിവ് അവേൻ്റെ റിസൾട്ട് ഒന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാനൊക്കെ ഇൻഷാല്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇൻഷാല്ല ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.